ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 34. പതിവ് പോലെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഒപ്പം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ക്യാപ്റ്റൻ ആരാണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. അത് ഓഫ്കോഴ്സ് നമുക്കറിയാം ആരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന വോട്ടിംഗ് മാത്രമല്ല ഇന്ന് സംഭവിച്ചത്. ജാൻമണിയുടെ സംഹാര താണ്ഡവമായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. കുറച്ച് ദിവസമൊക്കെ ജാൻമണി ഒന്ന് ഒതുങ്ങിയൊക്കെ ഇരുന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ സാധ്യതയൊക്കെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാൻമണി പറയുന്നു ഞാൻ തല്ലാൻ വേണ്ടി പോയതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും കാണുന്നവർക്ക് തോന്നുന്നത് ജാൻമണി തല്ലാൻ വേണ്ടി ചാടി പുറപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അത് നോറയായിരുന്നു. നമുക്കതൊക്കെ സംസാരിക്കാം. സോ മോർണിംഗ് സോങ്ങോടുകൂടി നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിയുമ്പോൾ പവർ ടീമിൻ്റെ കോർഡിനേഷനിൽ ഒരു ഡിസ്കഷൻ 1-2 മിനിറ്റ് അവർ നടത്താറുണ്ട് എല്ലാ ദിവസവും രാവിലെ, പുതിയ പവർ ടീം വന്നതിന് ശേഷം. അപ്പോൾ അതിന് ഇന്നും അൻസിബ പങ്കെടുത്തില്ല. അൻസിബ പറഞ്ഞു ഇല്ല, അപ്സര വിളിച്ചപ്പോൾ അൻസിബ പറയുകയാണ് ഇല്ല അപ്സര എനിക്ക് താല്പര്യമില്ല, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അൻസിബ അങ്ങ് കയറിപ്പോയി. അപ്പോൾ ഇത് കണ്ടിട്ട് ഗബ്രിയും അർജുനും ഒന്നും മിണ്ടാത്തതിൻ്റെ പേരിൽ അപ്സര അവരോട് അല്പം ദേഷ്യപ്പെട്ടു. നിങ്ങളെന്തോന്നും മിണ്ടാത്തത്, ഞാൻ മാത്രം പറയുമ്പോൾ അത് ഒരു വാല്യൂ ഇല്ലാതെ പോകുമല്ലേ, നിങ്ങളോട് സംസാരിക്കണ്ടേ എന്നൊക്കെ അപ്സര ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗബ്രിയും അർജുനും ഒരുപോലെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം ആരും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ സംഭവം അവിടെ കഴിഞ്ഞു. അപ്പോൾ അൻസിബയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കഴിഞ്ഞു. അതിനുള്ളിൽ കൂടി തന്നെ ജാസ്മിൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് കണ്ടു. ശരിക്കും ഇന്നലെ രാത്രി കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രിയെ അങ്ങോട്ട് ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 1-2 യൂട്യൂബ് ചാനലിലൊക്കെ ആ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ജാസ്മിൻ അഗെയിൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു സീനാണ് കാണിച്ചത്. അൻസിബ ശ്രീരേഖയോട് അപ്സരയെക്കുറിച്ച് പറയുവാണ്. അതായത് അപ്സര ഭയങ്കര ഡൊമിനൻ്റ് ക്യാരക്ടറാണ്, ആരെയും സംസാരിക്കാൻ സമ്മതിക്കില്ല, എല്ലാവരെയും ഒന്ന് അടിച്ചിരുത്തിയിട്ട് അപ്സര എല്ലാത്തിനും അഭിപ്രായം പറയുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കളിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരേഖയോട് അൻസിബ അപ്സരയെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി വളരെ രസകരമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ മോർണിംഗ് ആക്ടിവിറ്റി ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ആക്ടിവിറ്റി തന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതിന് തന്നെയാണ് എന്ന് ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഉള്ളവരിൽ നിന്ന് ആരെ പോലെ ആകരുത് അല്ലെങ്കിൽ ആരുടെ പൊസിഷനിൽ എത്തരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്തത്. അതിനകത്ത് ശ്രീതു അപ്സരയാണ് ചൂസ് ചെയ്തത്. അതിന് കാരണം പറയുന്നത് നേരത്തെ അൻസിബ ശ്രീരേഖയോട് പറഞ്ഞ അതേ കാരണം തന്നെയാണ്. ഒരു ഡൊമിനൻ്റ് ക്യാരക്ടറാണ്, എല്ലാത്തിലും ഞാൻ മുന്നിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ. ബാക്കി സുഹൃത്താണോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളാണോ എന്നൊന്നും നോക്കില്ല, അടിച്ചിരുത്തും എന്നുള്ള ലെവലിലാണ് ശ്രീതു സംസാരിച്ചത്. ഗബ്രി ജാസ്മിനെ ചൂസ് ചെയ്തു. അതിനകത്തൊരു ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു ഗബ്രിയുടെ സംസാരത്തിൽ. കാരണം ഇതുവരെ ആരും ജാസ്മിനെ ഒരു ക്യാപ്റ്റനായിട്ടൊന്നും കണ്ടിട്ടില്ല. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ജാസ്മിൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി, എന്നിട്ട് പോലും ജാസ്മിൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും നിൽക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അത്രയും സ്ട്രെങ്ത് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ഗബ്രി ശ്രമിച്ചു. അത് കയ്യോടെ ശ്രീരേഖ പൊക്കുകയും ചെയ്തു. നമുക്കതിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് പൂജ ജാസ്മിനെ ചൂസ് ചെയ്തു. ഇപ്പോഴത്തെ ജാസ്മിൻ്റെ അവസ്ഥയിലേക്ക് ഒരിക്കലും എനിക്ക് എത്താൻ താല്പര്യമില്ല എന്നൊക്കെ പൂജ പറഞ്ഞു. അഭിഷേക് ജയദീപ് സിബിനെ പറഞ്ഞു. അഭിഷേക് ജയദീപ് സിബിനെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഈ കുത്തിത്തിരിപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ ഒരു എൻ്റർടൈനറാണ്, നല്ലൊരു കണ്ണിങ് പ്ലെയറാണ്, ഗെയിമറാണ്. കാരണം സിബിൻ പറഞ്ഞിട്ടാണ് കാര്യം ചെയ്യുന്നത്. എവിടെയെങ്കിലും പോയി ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുത്തിത്തിരിപ്പ് അത്യാവശ്യം സിബിൻ്റെയിലുണ്ട്. ഒരുമിച്ച് നിൽക്കുന്നവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാൻ സിബിന് നല്ലൊരു കഴിവുണ്ട്. അപ്സര ശ്രീതു തമ്മിൽ തെറ്റിച്ചു. തെറ്റാനുള്ള കാരണം ഈ അപ്സരയുടെ ഒരു സംസാരമാണെങ്കിൽ പോലും അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറാൻ കാരണം സിബിനായിരുന്നു. അപ്സരയെ പറഞ്ഞ ആ സമയത്ത് അങ്ങോട്ട് വിട്ടതായിരുന്നു കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിബിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അഭിഷേക് ജയദീപ് ചൂണ്ടിക്കാണിച്ചത്. സിബിൻ അപ്സരയെ അപ്സരയെ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്ക് സ്റ്റാബിങ് തന്നെയാണ്. അതായത് ഗെയിമിൻ്റെ പേരും പറഞ്ഞിട്ട് പിന്നീന്ന് കുത്തിയിട്ട് ഞാനത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്തതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു സ്വഭാവം അപ്സരയ്ക്കുണ്ടെന്ന് സിബിൻ എടുത്തു പറഞ്ഞു. അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപിനെ പറഞ്ഞു. അതിന് കാരണം പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്, ഈ അഭിഷേക് ശ്രീകുമാർ ആദ്യത്തെ 1-2 ദിവസത്തെ കുറച്ച് പ്രശ്നങ്ങൾ
ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ആളങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല. ഇപ്പോൾ ജാൻമണിക്കെതിരെ പറഞ്ഞതാണെങ്കിലും അഭിഷേക് ജയദീപിനെതിരെ പറഞ്ഞതാണെങ്കിലും അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനുശേഷം ആൾ അങ്ങനെ ഒരു മോശം രീതിയിൽ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അഭിഷേക് ശ്രീകുമാറിനെ പലപ്പോഴും ഇത്തരം സംസാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു കാര്യം തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ അദ്ദേഹത്തെ ചൂസ് ചെയ്തത്. ജാൻമണി അർജുനെ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോറ ജാൻമണിയെ ചൂസ് ചെയ്തു. അവിടെയാണ് ജാൻമണി നോറ തമ്മിലുള്ള ഫൈറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അത് നമുക്ക് അതിലേക്ക് വരാം. ശ്രീരേഖ ഗബ്രിയെ ചൂസ് ചെയ്തു. അതിനകത്ത് ശ്രീരേഖ ഗബ്രിയെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം ഗബ്രിയുടെ ഗെയിം എന്താണെന്നും ഗബ്രി ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ശ്രീരേഖ പറഞ്ഞു. അതിന് കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഗബ്രിയെ സംബന്ധിച്ച് ജാസ്മിൻ ഗബ്രിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ നാവിൽ നിന്ന് വരുന്ന പോയിന്റ്സിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് ഗബ്രിക്ക് മനസ്സിലായി. അതായത് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ബിഗ് ബോസ് ക്യാമറകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ജാസ്മിനെയും ഗബ്രിയെയും ആണ്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എവിടെ പറഞ്ഞാൽ ജാസ്മിനെ കൊള്ളുമെന്നും ജാസ്മിൻ എന്ത് മറുപടി പറയുമെന്നും ഒക്കെ ഗബ്രിക്ക് അറിയാം. സ്ക്രീൻ സ്പേസ് എവിടെ കിട്ടും എന്നുള്ളത് വ്യക്തമായിട്ട് ഗബ്രിക്ക് അറിയാം. അതുകൊണ്ട് പ്രൊവോക്ക് ചെയ്യാനെടുത്ത് അവൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, കുത്തേനെടുത്ത് കുത്തുന്നുണ്ട്. പിന്നെ ഞാൻ കൂടെ നിൽക്കും, ആരില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പിന്നെ കണ്ടാൽ മതി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നും ജാസ്മിൻ്റെ ഒരു പ്രീതി വീണ്ടും പിടിച്ചു പറ്റാൻ വേണ്ടി, ഓൾറെഡി ഇന്നലെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് മാഞ്ഞു പോകാൻ വേണ്ടിയാണ് ഒരു വെള്ളപൂശൽ നാടകം അവിടെ നടത്തിയത്. അപ്പോൾ അത് ശ്രീരേഖ കൈയോടെ പൊക്കുകയും ചെയ്തു. അത് ഓപ്പണായിട്ട് വിളിച്ചു പറയുകയും ചെയ്തു. അത് എന്നിട്ട് ഗബ്രീനെയാണ് ശ്രീരേഖ ചൂസ് ചെയ്തത്. ദെൻ ജാസ്മിൻ വന്നിട്ട് അൻസിബയെ ചൂസ് ചെയ്തു. അൻസിബ ഇതുവരെയും കളത്തിലിറങ്ങി കളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ എനിക്ക് ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബേനെ ജാസ്മിൻ ചൂസ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ജാൻമണിക്ക് ഒരിക്കലും ടാസ്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും ഇതുപോലെ ടാസ്കുകൾ വരുമ്പോഴേക്കും ജാൻമണിയുടെ പേര് പറയുമ്പോൾ ജാൻമണി അവിടെ ട്രിഗർ ആവാറുണ്ട്. ആ പറഞ്ഞ ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ജാൻമണി സംസാരിക്കാറുണ്ട്. അതിപ്പോൾ നോമിനേഷനിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇത്തരം ടാസ്കുകൾ വരുമ്പോഴായിക്കോട്ടെ ജാൻമണി റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നീ ആരാടി എന്നൊക്കെ ചോദിച്ചിട്ട് നോറയുടെ അടുത്തേക്ക് പോയിട്ട് നോറയുടെ മുഖത്തേക്ക് ഇങ്ങനെ കൈ വീശുകയുണ്ടായി. അപ്പോൾ തന്നെ അൻസിബയും അപ്സരെല്ലാം കൂടി ഇടയ്ക്കേറി ചാടി ജാൻമണിയെ പിടിച്ചു മാറ്റി. ബിഗ് ബോസ് പെട്ടെന്ന് എല്ലാവരും വിളിച്ചു, എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. ഒരു 15-20 മിനിറ്റോളം അവിടെ പിടിച്ചിരുത്തി. പക്ഷേ എപ്പിസോഡിൽ അത്രയും കാണിക്കുന്നില്ല. ലൈവിൽ അത്രയും സമയം പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. എപ്പിസോഡിൽ കുറച്ച് സമയം ഇരുത്തിയിട്ട് എല്ലാവരും ശാന്തരായും ചോദിക്കുന്നുണ്ട്. ശാന്തരായെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ശാന്തരായിട്ടിരിക്കാനും അറിയാമല്ലേ? ഇതിന് മുൻപ് ഇവിടെ നടന്ന ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ജാൻമണിക്ക് ഒരു വാർണിംഗ് കൊടുത്തു. ഫൈനൽ വാർണിംഗ് ആയിരുന്നു അത്. ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. ഇത് കഴിഞ്ഞിട്ട് ജാൻമണി അൻസിബയും ഋഷിയുമായിട്ട് സംസാരം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഇഷ്യൂവിനെ കുറിച്ച്. അൻസിബ പോയി ചോദിക്കുന്നുണ്ട് ജാൻമണിയോട്, എന്തിനാണ് കൈ വയ്ക്കാൻ പോയത്, അല്ലെങ്കിൽ കൈ ഓങ്ങാൻ പോയത്, വീശാൻ പോയത്, അടുത്തേക്ക് എന്തിനാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാൻമണിയുടെ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല. അവരെന്ത് ചെയ്താലും, ഇപ്പോൾ ഒരാളെ പ്രാകുന്നുണ്ട് അല്ലെങ്കിൽ ശപിക്കുന്നുണ്ട്, അവർ ചെയ്തത് ശരിയാണ്. എല്ലാവരും അവരുടെ അണ്ടറിലാണ്. ഇതാണ് ജാൻമണിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ശരിക്കും നാദിറ മെഹറിനൊക്കെ എന്ത് ഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഡയമണ്ട്സ് ആണ്. ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ട് അവർ ആ കമ്മ്യൂണിറ്റിക്ക് ഒരു സൽപ്പേരുണ്ടാക്കി കൊടുത്തിട്ട് ബിഗ് ബോസ് ഇറങ്ങി പോയത്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അന്തസ് തന്നെ ഇല്ലാത്ത ലെവലാണ് അവർ പെരുമാറുന്നത്. ഇവരെ കവിഞ്ഞ് വേറെ ആരുമില്ല, ഇവർക്കപ്പുറം വേറെ ആരുമില്ല, എല്ലാവരും ഇവരുടെ അണ്ടറിലാണ്, എല്ലാവരും കാല് പിടിച്ച് കിടന്നോണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആ സ്ത്രീ കാണിക്കുന്നത്, ആ ഒരു ജാൻമണി കാണിക്കുന്നത്. ഋഷിയും അൻസിബയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ല. ഇല്ല, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന ലെവലിലാണ് അവർ നിൽക്കുന്നത്. ലാസ്റ്റ് ഋഷിക്ക് എന്നെ ദേഷ്യം വന്നു. ഋഷി പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, കളഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ലെവലിൽ അവരങ്ങ് നടന്നുപോയി. അത് കഴിഞ്ഞപ്പോഴേക്കും നോറ അർജുൻ്റെ മുന്നിൽ വന്നിട്ട് ജാൻമണിക്ക് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അർജുൻ അത് ഏറ്റെടുത്തൊക്കെ പോയി. പക്ഷേ അതെന്തൊക്കെ ആക്ഷൻ എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ സിബിനും അൻസിബയും തമ്മിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു അപ്സരയെക്കുറിച്ച്. ഇതേ കാര്യം തന്നെയാണ്. ഈ പണ്ട് അപ്സര അൻസിബയുടെ ഫ്രണ്ട് ആയിരുന്ന സമയത്ത് അൻസിബയ്ക്ക് ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം അൻസിബയ്ക്ക് കുറച്ച് സ്ട്രെങ്ത് വന്നു, പുറത്തേക്ക് സംസാരിക്കണം എന്നുള്ളൊരു ഏരിയ ഒക്കെ വന്നു എന്നുള്ള രീതിയിലാണ് അൻസിബ സംസാരിച്ചത്. മുൻപ് അടിച്ചിരുത്തുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ചോദിക്കാൻ ആളുണ്ടെന്നുള്ള തോന്നൽ വന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് അൻസിബ സംസാരിച്ചത്. ഇത് കഴിഞ്ഞ് ശ്രീരേഖയുടെ ഒരു കവിത ഉണ്ടായിരുന്നു. അത് ശരിക്കും ജിൻഡോനെ കളിയാക്കിക്കൊണ്ടുള്ളൊരു കവിതയായിരുന്നു. ഒരു തരം ഓട്ടംതുള്ളൽ മാതൃകയുള്ള ഒരു കവിതയായിരുന്നു. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരാളെ കളിയാക്കാൻ വേണ്ടിയുള്ള കവിതയാണ് എന്നുള്ളത് മനസ്സിലാവുന്ന ഏറ്റവും അവസാനം ജിൻഡോയുടെ പേര് പറയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു കവിത ഉണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ഇപ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്കിൽ 4 ടീമിൽ നിന്നും ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വലായിട്ട് മത്സരിക്കാം. അപ്പോൾ അതിനകത്ത് പവർ ടീമിൽ നിന്ന് ഗബ്രിയാണ് മത്സരിക്കാൻ വന്നത്. ഡെന്നിൽ നിന്നും നെസ്റ്റിൽ നിന്നും ടണലിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു
അൺഫെയർ ഗെയിം എന്ന് തോന്നിയത് ശ്രീരേഖയുടെയാണ്. കാരണം നെസ്റ്റിനകത്തൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സിബിനും ശ്രീതുവും അതുപോലെ അൻസിബയും ശ്രീരേഖയുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഈ ഡിസ്കഷനിൽ ശ്രീതു മത്സരിക്കാമെന്ന് പറഞ്ഞു ആദ്യമേ തന്നെ. അതിനകത്ത് ജിൻഡോ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും വോട്ട് ചെയ്യുന്നത് ജിൻഡോയ്ക്കായിരിക്കും. അതിവർ തീരുമാനിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പക്ഷേ അവിടെ ചെന്നിട്ട് നെസ്റ്റിൽ നിന്ന് ആരാണ് മത്സരിക്കുന്നതെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ശ്രീതു എഴുന്നേക്കാൻ 1 സെക്കൻഡ് ലേറ്റായിപ്പോയി. എഴുന്നേക്ക ലേറ്റായ ഉടനെയാണ് ശ്രീരേഖ ചാടി എഴുന്നേറ്റിട്ട് ശ്രീരേഖ എന്ന് പേര് പറഞ്ഞു. അതൊരു അൺഫെയർ ഗെയിമായിട്ട് തോന്നി. കാരണം അവിടെ ശ്രീരേഖയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആദ്യമേ പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. ശ്രീതു മത്സരിക്കണമെന്ന് ശ്രീരേഖ പറഞ്ഞെങ്കിലും അവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അവർ പറഞ്ഞില്ല. അപ്പോൾ എന്നിട്ട് ഈ കാണിച്ചത് നല്ല രീതിയായിട്ട് എനിക്കും തോന്നിയില്ല. അത് അവർ സിബിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീതു ആയിക്കോട്ടെ ഓപ്പണായിട്ട് പറഞ്ഞു, ചേച്ചി ചെയ്തത് ശരിയായില്ല, ഇവിടുന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വോട്ടിംഗ് വന്നപ്പോഴേക്കും ശ്രീരേഖ ജിൻഡോയ്ക്ക് ചെയ്തു, ശ്രീതുവിന് തന്നെ ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ വ്യക്തികൾക്ക് വോട്ട് ചെയ്തു. കൂടുതൽ വോട്ട് നമ്മൾ ക്യാമറയുടെ മുന്നിൽ കണ്ടത് ജിൻഡോയുടെ പേരാണ്. ഇനി ജിൻഡോ തന്നെയാണോ എന്നൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഞാൻ ലൈവും അത് കണ്ടില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. മേ ബി ജിൻഡോ തന്നെ ആയിരിക്കും അടുത്ത ക്യാപ്റ്റനായിട്ട് വരുന്നത്. കാരണം ഗബ്രിക്ക് വോട്ട് കിട്ടിയത് 2 പേരോ 3 പേരോ എന്താണ് വോട്ട് ചെയ്യുന്നത് കണ്ടത്. ജാസ്മിനും ഗബ്രിക്ക് അല്ലെന്ന് തോന്നുന്നു വോട്ട് ചെയ്തത്. എനിക്ക് കറക്റ്റായിട്ട് കണ്ടില്ല ഞാനത്. അപ്പോൾ ഇങ്ങനെയാണ് വോട്ടിംഗ് കഴിഞ്ഞത്. പിന്നെ അഭിഷേക് ജയദീപിൻ്റെ ലൈവ് ഷെയറിംഗ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് കാണിച്ചത്. അപ്പോൾ അഭിഷേക് ജയദീപ് അദ്ദേഹത്തിൻ്റെ ലൈവ് സ്റ്റോറി പറയുന്നു. അതിനകത്ത് അഭിഷേക് ശ്രീകുമാറിനെ കാണിക്കുന്നുണ്ട്. ലേശം കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അഭിഷേകിൻ്റെ സ്റ്റോറി അങ്ങനത്തെ ആയിരുന്നു. അച്ഛൻ തല്ലുന്നതും, അച്ഛൻ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആങ്കർ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മേനെ തല്ലുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈവ് ഷെയറിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്പോൺസർ ടാസ്ക് ആയിരുന്നു. ആറ്റംബർഗ് സ്മാർട്ട് ഫാനിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ലാലേട്ടൻ്റെ ക്യാരക്ടർ വെച്ചിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാണിക്കേണ്ടത്. എ ടീം ബി ടീം 2 ടീമിനെ തിരിച്ചിട്ട് ബി ടീമാണ് അതിൽ വിൻ ചെയ്തത്. അപ്പം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അധിക സമയം കാണിച്ചില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തു. ഇതിനിടയ്ക്ക് തന്നെ റസ്മിൻ തിരിച്ച് ബിഗ് ബോസിലേക്ക് ജോയിൻ ചെയ്തു. വയ്യായ്ക്കൊക്കെ ഭേദമായി, കംപ്ലീറ്റ്ലി ഭേദമായാലും തോന്നുന്നു. മെഡിസിനൊക്കെ പ്രോപ്പറായിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. സിബിനും ശ്രീതുവും ബെല്ലി ബാഗിൽ ഇരിക്കുമായിരുന്നു. എല്ലായിട്ടൊക്കെ നോക്കി കിടന്ന് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് റസ്മിൻ ഓടി വന്നിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവന് വിഷമമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ആർക്ക് അത് വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ അർജുനും ശ്രീതുവും റസ്മിനും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ്. അതിൽ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്, അർജുനും ശ്രീതുവിനും ഇടയിൽ എന്താ സംഭവിച്ചത്. അപ്പോൾ ശ്രീതു പറഞ്ഞു, ഞാൻ അർജുന് പുതിയ സുഹൃത്തുക്കളെ കിട്ടിയപ്പോൾ ഞാൻ അർജുന് ഒഴിഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ മാറിക്കൊടുത്തു. പുതിയ സൗഹൃദങ്ങൾ കിട്ടുമ്പോൾ നമ്മളവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. ആ സമയത്ത് സിബിൻ എന്നുള്ളൊരു വ്യക്തി അവിടെ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡായി. അദ്ദേഹത്തിൻ്റെ തമാശകൾ ഞാൻ എൻജോയ് ചെയ്തു, ഞാൻ ചിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശ്രീതു എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ സിബിൻ ആയിക്കോട്ടെ അർജുൻ ആയിക്കോട്ടെ ഇവരതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ശ്രീതുവിൻ്റെ സംസാരത്തിൽ ഒരിക്കലും ശ്രീതു അങ്ങനെ ഒരു ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലവിലേക്ക് പോകുന്നു അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അർജുൻ ശ്രീതുവിനെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും അതങ്ങോട്ട് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എനിക്ക് പേഴ്സണലി. ഇപ്പോൾ സിബിൻ ഒരു ചരട് വലി നടത്തുന്നുണ്ടോയെന്നൊരു സംശയമില്ലാതില്ല. കാരണം മിക്കവാറും സമയം ശ്രീതുവിനോട് സംസാരിക്കാൻ വേണ്ടി സിബിൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീതുവിനൊരു പ്രൊട്ടക്ഷൻ പോലെയൊക്കെ സിബിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൻ എന്തെങ്കിലും ഒരു ചായ്വ് ശ്രീതുവിനോടുണ്ടോ നമുക്ക് അറിയില്ല. പക്ഷേ അർജുന് ശ്രീതുവിനെ ഇഷ്ടമാണ്. അത് അർജുൻ്റെ നോട്ടത്തിൽ നിന്നും ഇടയ്ക്കുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. ശ്രീതുവിന് തിരിച്ചുണ്ടോ അതോ അത് സൗഹൃദം മാത്രമാണോ എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. സീസൺ 6 ശരിക്കും പരസ്പരം പ്രണയിക്കുന്ന ആരുമില്ല. എല്ലാവരും ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കാണുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ പേളി ശ്രീനിഷ് പ്രണയം തന്നെയാണ്. അതിൽ യാതൊരു സംശയവും. അതിനുശേഷം എന്തൊക്കെ പ്രണയങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം ജസ്റ്റ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് അവസാനിച്ചത്. സോ നാളെ ക്യാപ്റ്റൻ ആരാണെന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഓഫ്കോഴ്സ് ജിൻഡോ ആവാനാണ് സാധ്യത. ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിച്ചു. ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. അതിനകത്ത് ജാൻമണിയുടെ സംഹാര താണ്ഡവമായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. കാരണം അവർക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകണം. ഇത് മറ്റുള്ളവരെ ശപിക്കാനും മറ്റുള്ളവരെ തല്ലാൻ വരാനും എല്ലാവർക്കും പേടി പോലെയാണ് അവരോട് സംസാരിക്കാനാണെങ്കിൽ പോലും. ആരെന്ന് അവരുടെ വിചാരം. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു ആ ഒരു വ്യക്തിയോട്. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വില തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുക ആ ലേഡി. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.